ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വാർത്താ ദിനത്തിൽ നമ്മുടെ മുന്നിലുള്ളത് വ്യവസായ മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ്. ആഗോള നിക്ഷേപക സംഗമം നടത്തി. ആ സംഗമത്തിന്റെ ഭാഗമായിട്ട് 1,52,000 കോടി രൂപയ്ക്ക് പുറമെ നിരവധി നിക്ഷേപക പ്രഖ്യാപനങ്ങൾ വന്നു. ധാരാളം താൽപ്പര്യപത്രങ്ങൾ വന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം പരിശോധിക്കുമെന്നും ഉടനെ തുടങ്ങാൻ പറ്റുന്നവ അല്ലാത്തവ ഏതൊക്കെയെന്ന് തരംതിരിക്കുമെന്നും അതിവേഗത്തിൽ തുടങ്ങാൻ കഴിയുന്ന പദ്ധതികൾ ഉടൻ തന്നെ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചില യുഎക്ക് അവർക്ക് ചില നിബന്ധനകളിലായിരിക്കും. അതിപ്പോ മറ്റ് ഇൻസെന്റീവുകൾ എന്തൊക്കെയാണ്, ചിലതിൽ മറ്റ് ഭൂമി സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ഒന്നുകൂടി വിശദമായി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ അത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ വന്നിട്ടുള്ള വിപുലമായ യുഎകളെല്ലാം തന്നെ നമ്മൾ പ്രത്യേകം എടുക്കും. അപ്പൊ അതിൽ ഒന്ന് ഉടൻ തുടങ്ങാൻ പറ്റുന്ന എത്രയുണ്ട്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തുടങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രപ്പോസൽ എത്രയുണ്ട്. അപ്പോൾ ചിലത് നമുക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അനുമതികൾ കൊടുത്ത് തുടങ്ങാൻ പറ്റുമെന്നുണ്ടായിരിക്കാം. ചിലത് ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പം അങ്ങനെ നമ്മൾ ഒരു കാറ്റഗറൈസേഷൻ നടത്തും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം വാസ്തവത്തിൽ അവകാശ സമരമാണ് എന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ JB മേത്തർ MP. സമരത്തിന് മഹിളാ കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും JB മേത്തർ പറഞ്ഞു. അവകാശങ്ങളാണ്, നമ്മൾ ആരുടെയും ഔദാര്യമല്ല ചോദിക്കുന്നത്. ആശാ വർക്കർമാർക്ക് അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ അവകാശങ്ങൾ നേരിടുന്നതിന് വേണ്ടി കേരള മനസാക്ഷി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മന്ത്രി വീണ ജോർജ് ഒരു സ്ത്രീയല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സില്ലേ, മനസാക്ഷിയില്ലേ? 7,000 രൂപ എന്ന് പറയുന്നത് അത് ഒന്നുമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വേതനം ഉയർത്തുക എന്നുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആവശ്യം എത്രയും പെട്ടെന്ന് സർക്കാർ നിങ്ങളെ കേൾക്കാൻ തയ്യാറാകണമെന്നാണ് മഹിളാ കോൺഗ്രസിനും സർക്കാരിനോടായി പറയുവാനുള്ളത്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുടിൽ കെട്ടി സമരത്തിനൊരുങ്ങിയവരെ പോലീസ് തടഞ്ഞു. അർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന ഉറപ്പിനെ തുടർന്ന് സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. പുനരധിവാസം വൈകുകയാണെന്നും അർഹർ ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറത്താണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ദുരന്തബാധിതരുടെ പ്രതിഷേധം. ചൂരൽമലയിൽ കുടിൽകെട്ടി സമരം ചെയ്ത പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ഉന്തും തള്ളും നടന്നു. ബെയിലി പാലം കടന്നുപോകാൻ പ്രതിഷേധക്കാരെ പോലീസ് അനുവദിച്ചില്ല. അർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന ഉറപ്പിൽ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു.